ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആളുകളും എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടത് എന്നറിയാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. പലപ്പോഴും നമ്മളുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള പൈസ ഉണ്ടാവും, അത് നമ്മൾ പല സ്ഥലത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ ഗ്രോ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഡയറക്റ്റായിട്ട് അങ്ങ് കിടക്കാം. പലപ്പോഴും നമ്മൾ വലിയ റിട്ടേൺസ് പ്രതീക്ഷിച്ചുകൊണ്ട് പലതരത്തിലുള്ള ആളുകളുടെ കയ്യിലും സ്ഥാപനങ്ങളുടെ കയ്യിലുമൊക്കെ നമ്മളുടെ പൈസ കൊടുത്ത് ഏൽപ്പിക്കാറുണ്ട്. പലപ്പോഴും അംഗീകൃതമായ സ്ഥാപനങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശ്വാസ്യത തോന്നുന്ന തരത്തിലുള്ള ആളുകളായിരിക്കും, പക്ഷെ അവരുടെ ബാക്ക് ഹിസ്റ്ററി പ്രോപ്പറായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഓഫറുകൾ തരുന്ന ആളുകൾ, അതായത് വലിയ റിട്ടേൺസൊക്കെ ഓഫർ ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ചും ഒരു 15% മുകളിൽ ഓഫർ ചെയ്താൽ തന്നെ നമ്മൾ ശരിക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ 15% കൂടുതൽ റിട്ടേൺസ് നമുക്ക് തരുന്നത്? പലപ്പോഴും ചില ബിസിനസ്സുകളിലൊക്കെ വളരെ നന്നായിട്ട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ബിസിനസ്സുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഒരു പക്ഷേ കൃത്യമായി ചിലപ്പോൾ പൈസ കിട്ടിയെന്ന് വരാം. കാരണം ആ ബിസിനസ് നല്ല പ്രോഫിറ്റബിൾ ആണെങ്കിൽ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ബിസിനസ്സിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ക്രിപ്റ്റോ കറൻസിയിലോ സ്റ്റോക്കിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. അവർക്ക് ചിലപ്പോൾ 75%, 100% ഒക്കെ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഒരു 20% നിങ്ങൾക്ക് തന്നാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരിതിലേക്ക് അങ്ങ് ഇറങ്ങി പുറപ്പെടുന്നത്, ഒരുപാട് ഫണ്ട് സോഴ്സ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും ഫണ്ടൊക്കെ സോഴ്സ് ചെയ്യുന്നത്, ഇത്ര ശതമാനമൊക്കെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റോ ക്രിപ്റ്റോ കറൻസിയോ ഒന്നും ഇവരുടെ കൺട്രോളിലല്ല. ഏത് സമയത്തും പ്രശ്നങ്ങളുണ്ടാകാം. പലപ്പോഴും അവർ ഡേ ട്രേഡിംഗ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. വലിയ പ്രശ്നത്തിലേക്ക് പോകാം, നിങ്ങളുടെ ഫണ്ട് മുഴുവൻ പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെയോ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും അംഗീകൃതമായ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ചും റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സ്കെഡ്യൂൾഡ് ബാങ്കുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. രണ്ടാമത്തെ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും മുതിർന്ന ആളുകളുടെയോ ഒക്കെ പേരിലാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. അതിനെ തെറ്റെന്ന് വിളിക്കാൻ പറ്റില്ല, സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പം ഈ സീനിയർ സിറ്റിസനുള്ള ഒരു 0.5% ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലൊക്കെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അതിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ അവർ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ പേരിലുള്ള സ്വത്താണ്. ചിലപ്പോൾ കൂടുതൽ മക്കളുണ്ടാവാം, അവരുടെ പേരിലേക്കൊക്കെ പിന്നീട് അത് വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ചെയ്യരുത് എന്നല്ല, നിങ്ങൾക്ക് അത്രയും കോർഡിനേഷനും ഒത്തൊരുമയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൈസയുടെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ വലിയ തെറ്റായിട്ട് മാറും. എൻ്റെ ഒരു സുഹൃത്തിന് ഇത് പറ്റി എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അടുത്തത്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെന്നി സ്റ്റോക്സ് കാണുമ്പോൾ ഭയങ്കര താല്പര്യം തോന്നും. കാരണം എന്താ വെച്ചാൽ വളരെ ചെറിയ ഒരു ഷെയറിന് 5 രൂപ 6 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നമുക്ക് ഒരുപാട് ഷെയർസ് കിട്ടുമല്ലോ. നമുക്കിപ്പോൾ 6 രൂപയുള്ളൊരു ഷെയർ ആണെങ്കിൽ നമുക്ക് ഒരു 6000 8,000 ഒക്കെ ഷെയർ മേടിച്ചിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേസമയം നമ്മൾ വലിയൊരു കമ്പനിയുടെ ഷെയർ മേടിച്ചിടുമ്പോൾ, ഇൻഫോസിൻ്റെയൊക്കെ ഷെയർ മേടിക്കുമ്പോൾ നമുക്ക് 5 6 ഷെയർ മേടിക്കാനൊക്കെ ചിലപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേ ഷെയർ കിട്ടിയെന്നുള്ളൊരു ഫീല് നമുക്കുണ്ടാവും ഈ പെനി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. മാത്രമല്ല 1 രൂപ കൂടിയാൽ തന്നെ ഇത്രയധികം പൈസ കൂടും എന്നുള്ളൊരു തോന്നലും നമുക്കുണ്ടാവും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനീസ് ആവണമെന്നില്ല, ഇവരുടെ ഫൈനാൻഷ്യൽസ് പ്രോപ്പർ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെനി സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽസ് ഉള്ള ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികളാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഡീലിസ്റ്റ് തന്നെ ആവാൻ സാധ്യതയുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്, പൈസ കിട്ടില്ല പിന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നല്ല കമ്പനികളിൽ, നല്ല സ്റ്റോക്കുകളിൽ മാത്രം നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മിക്കവാറും പണി കിട്ടുമെന്ന് ഉറപ്പാണ്. പിന്നെ മറ്റൊരു കാര്യം, എനിക്കും പറ്റിയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും ഇൻഷുറൻസിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ. അവരുടെ നിർബന്ധപ്രകാരം നമ്മൾ പല ഇൻഷുറൻസുകളും ചേരും. നമ്മൾ ഓവർ ഇൻഷുവേർഡ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം അവരുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ, ചിലപ്പോൾ വലിയച്ഛൻ്റെ മോനായിരിക്കും, അമ്മായിയുടെ മോളായിരിക്കും എന്നൊക്കെ പറയണ പോലെ ഒരുപാട് ബന്ധങ്ങളുണ്ടാവുമല്ലോ നമുക്ക്. ഇവരൊക്കെ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്.
പക്ഷേ നിങ്ങൾ തന്നെ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ, ഇവരൊന്നും ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടാവണം, അല്ലാതെ അവരുടെ പ്ലാനിങ്ങിൽ നിങ്ങൾ ചെന്ന് വീഴരുത്. അപ്പം നിങ്ങൾക്ക് എത്ര ഇൻഷുറൻസ് വേണം, നിങ്ങൾക്ക് എത്ര മ്യൂച്വൽ ഫണ്ട് വേണം, നിങ്ങൾക്ക് എത്ര ഡിപ്പോസിറ്റ് വേണം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാവണം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രഷറിൽ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു ക്യാഷ് ഫ്ലോവിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ആൻഡ് ഫൈനലി, ചില ആളുകളെല്ലാം കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവും. ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്, എല്ലാം കൂടി മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഡേ ട്രേഡിങ്ങിന് മാത്രം ഫണ്ട് വിനിയോഗിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. ക്രിപ്റ്റോയിലും മാത്രം, കാരണം ക്രിപ്റ്റോ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ക്രിപ്റ്റോയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കോടികൾ നഷ്ടപ്പെട്ട ഒരാളെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അയാളുടെ പൈസ മുഴുവൻ അതിനകത്തോട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നെവർ ലേ ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയാറുണ്ട്. അതായത് എല്ലാ മുട്ടയും കൂടി ഒരു കൊട്ടയിൽ വെച്ച് കഴിഞ്ഞാൽ കൊട്ട വീണാൽ എല്ലാ മുട്ടയും പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആക്ച്വലി ഇത് ബേസിക് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഈ തെറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റി നിർത്തേണ്ടതാണ്. മസ്റ്റായിട്ടും മാറ്റി നിർത്തിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ് പ്രതീക്ഷിക്കാം. നമുക്ക് ട്രാജഡികൾ ഒഴിവാക്കുകയും ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.